ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടീച്ചറമ്മ സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന എപ്പിസോഡിന്റെ ഒറിജിനൽ പ്രൊമോ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോണത്. അങ്ങനെ നമ്മുടെ ടീച്ചറെ അതുപോലെ തന്നെ വീണേനെയും കൂട്ടിക്കൊണ്ട് കനി നേരെ പോണത് നമ്മുടെ ജോണിന്റെയും മേരിക്കുട്ടിയുടെയും വീട്ടിലേക്കാണ് കേട്ടോ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ കനിയാണെന്നുണ്ടെങ്കിൽ മാഷിനെ വിളിക്കുന്നുണ്ട്. ഹലോ മാഷേ, ആ കനി പറ. അതെ, ഞാൻ അതെ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, ജോണേട്ടന്റെ അതുപോലെ തന്നെ മേരി ടീച്ചറിന്റെ വീട്ടില്. ആണോ? എന്നിട്ട് എന്താ പ്ലാന്? അതോ ഞാൻ വിചാരിച്ചേക്കണ ബോംബ് ഇവിടെ വെച്ച് പൊട്ടിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. കനി, അതിത്ര പെട്ടെന്ന് വേണോ? നമുക്കൊന്നും കൂടി സാവകാശം എടുത്ത്. ഞാൻ നാളെ കഴിഞ്ഞിട്ട് പോവില്ലേ മാഷേ? അതിനു മുമ്പ് എനിക്ക് ഇവരുടെ കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടേ പോവാൻ പറ്റുള്ളൂ. ഞാൻ മാഷിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതാണല്ലോ. അതെ, പറഞ്ഞതാണ്. എങ്കിലും ഇപ്പൊ ഒരു ആലോചന നമ്മുടെ കനിക്കുട്ടി, വേറൊന്നുമല്ല. നമുക്കൊന്നും കൂടി ആലോചിച്ച് തീരുമാനം എടുത്താൽ പോരെന്ന്. വേണ്ട മാഷേ, ഇത് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും അവരോട് ഞാനത് സംസാരിക്കട്ടെ. അതെ, ഞാൻ പിന്നെ വിളിക്കാവേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കനി ഫോം വെക്കാണ്. അങ്ങനെ സരസ്വതിയും അതുപോലെ തന്നെ വീണയും കനിയും കൂടി നേരെ മേരിയുടെ വീട്ടിലേക്ക് പോവാണ്. മേരി, ആഹാ, വല്ലാതെ സർപ്രൈസ് ആയി പോയല്ലോ. നിങ്ങൾ ഇവിടെ വരുമോന്ന് അറിയായിരുന്നു. എന്തായാലും വന്നതിൽ ഭയങ്കര സന്തോഷം. ജോണേട്ടനില്ലേ എന്ന് കനി ചോദിക്കുമ്പോ, പിന്നെ ഉണ്ടല്ലോ. എടാ ജോണേ, ദേ ഇതൊക്കെ ആരൊക്കെയാ വന്നേക്കണേ നോക്കിയോ. ആഹാ, ഇതാര്? ടീച്ചറും വീണയും കനിയോ? ആ അതെ എന്ന് പറയാണ്. കനീന്റെ മുഖത്തേക്ക് ജോൺ ഒന്ന് നോക്കുന്നുണ്ട്, ജോണിനെ കനിയെ നോക്കുന്നുണ്ട് കേട്ടോ. ശേഷം അവരവിടെ ഇരിക്കുകയാണ്. നമ്മുടെ കനിയെടുത്ത് പറയുന്നുണ്ട്, മേരി ടീച്ചറല്ല, കനിക്കുട്ടി എപ്പോഴാണ് ലാൻഡ് ചെയ്തത്? ഞാൻ അതെ 2 ദിവസം മുമ്പ് വന്നേ ഉള്ളൂ. ഇനി എപ്പോഴൊരു തിരിച്ചുപോക്കെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കുറച്ച് കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എത്താനുണ്ട്. അതിനുശേഷം ഞാൻ തിരിച്ചു പോകും. ആഹാ, അപ്പൊ വലിയ കാര്യങ്ങളാണെന്ന് തോന്നണല്ലോ. അതെ അതെ, പക്ഷെ അതിനു മുമ്പ് മേരി ടീച്ചറെ ചെറിയ ചടങ്ങൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് സംസാരിച്ചാലോ? അതിനെന്താ എന്ന് പറയാണ്. അങ്ങനെ മേരി ടീച്ചർ ചായയൊക്കെ എടുത്ത് കൊടുക്കാണ്. ചായ കുടിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ കനി ആ ഒരു മനസ്സിൽ ആ വലിയൊരു ഭാരം അവിടെ എടുത്തു വെക്കുക കേട്ടോ. മേരിയുടെ അടുത്തേക്ക് നമ്മുടെ കനി ആ സത്യം തുറന്നു പറയാണ്. എല്ലാവരും ഉണ്ട്. കനി പറയുന്നുണ്ട്, അതെ, ഞാൻ വേറൊന്നുമല്ല ഇവരെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നത്. അറിയാലോ വീണയുടെ കാര്യം. വീണയും അതുപോലെ തന്നെ ജോണേട്ടനും ഒന്നിക്കണമെന്ന് നിങ്ങൾ മുമ്പ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ സമയത്താണ് വീണയുടെ ജീവിതത്തിലേക്ക് സന്തോഷ് വന്നത്. ഇപ്പോ സന്തോഷിന്റെയും വീണയുടെയും കേസിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അവസാനത്തെ ഹിയറിങ് ഈ വരുന്ന 10-ാം തീയതിയാണ്. അത് കഴിയുമ്പോഴേക്കും സന്തോഷും വീണയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പിന്നെ വീണക്കും ഒരു ജീവിതം വേണമല്ലോ. ജോണേട്ടന് പറ്റുമെന്നുണ്ടെങ്കിൽ വീണേനെ ഒന്ന് വിവാഹം കഴിക്കാവോ? നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് കേൾക്കുമ്പോൾ ജോണിന് വല്ലാത്ത ഷോക്ക് ആവാട്ടോ. ജോൺ അവിടെ നിന്ന് എഴുന്നേറ്റ് വേഗം റൂമിലേക്ക് പോവാണ്. സരസ്വതി പറയുന്നുണ്ട്, മോളെ, നീ എന്തൊക്കെയാണ് ഇപ്പൊ പറയണത്? നിനക്ക് വല്ല ബോധമുണ്ടോ? ഇതൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നോക്ക് ചെറിയമ്മേ, ഞാൻ നല്ല ഉദ്ദേശബോധത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ദേ, ഇവളുടെ കയ്യിലേക്ക് ജോണേട്ടനെ വെച്ചു കൊടുത്താലേ എനിക്ക് സമാധാനാവുള്ളൂ. വീണക്കാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ. വീണെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. വേണ്ട, നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് വീണ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. മേരി കനി എടുത്ത് പറയണ്ട്, മോളെ, ജോണും വീണും ഒന്നിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം രണ്ടല്ലേ മോളെ. ഇത് നമുക്ക് ശരിക്കും ആലോചിച്ച് തീരുമാനം എടുക്കാം. പെട്ടെന്നൊരു ഉത്തരം കിട്ടുന്ന ഒരു തീരുമാനമല്ലല്ലോ ഇത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കൂടി ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാം എന്ന് പറയണം. അപ്പൊ കനി പണ്ട് മതി, ആലോചിച്ച് പോസിറ്റീവായിട്ടുള്ള തീരുമാനം എടുത്താൽ മതി. എന്നാ ചെറിയമ്മേ, നമുക്ക് ഇറങ്ങിയാലോ? ശരി എന്ന് പറയാണ്. ടീച്ചർ നമ്മുടെ മേരിയെടുത്ത് പറയണ്ട്, ഇവൾ ഇങ്ങനത്തെ ഒരു കാര്യമാണ് പറയാൻ വന്നെന്ന്. സത്യമായിട്ട് മേരിക്കുട്ടി, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അതൊന്നും കുഴപ്പമില്ലടി, ഇത് നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യമാണല്ലോ. ഞാൻ ജോണിനോടൊന്ന് സംസാരിക്കട്ടെ, ഞാൻ നിന്നെ വിളിക്കാം എന്ന് മേരി പറയാണ്. അങ്ങനെ കനിയും വീണയും അതുപോലെ തന്നെ ടീച്ചറും കൂടി അവിടെ ഞങ്ങളുടെ യാത്ര തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. വീണക്കാണെങ്കിൽ ആകെ ദേഷ്യവും അതുപോലെ തന്നെ സങ്കടം ഒക്കെ വരുന്നുണ്ട്. ജോൺ ആണെങ്കിൽ ആകെ വിഷമത്തിലേക്കാണ്. മേരിക്ക് നന്നായിട്ട് അറിയാം ജോണിന്റെ മനസ്സിലിപ്പോ കനിയാണെന്ന്. അതുകൊണ്ട് മേരിക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. അപ്പൊ നാളത്തെ എപ്പിസോഡ് നമ്മൾ ഇങ്ങനത്തെ ഭാഗങ്ങളാണ് കുറച്ച് കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.